സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ശിവരാത്രി പ്രമാണിച്ച് പ്രസാദമായി ഉണ്ടാക്കുന്ന 5 വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ശിവരാത്രി ദിന ആശംസകൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ശിവരാത്രി എന്നാൽ ശിവൻ്റെ രാത്രി എന്നു മാത്രമല്ല, ശിവമായ രാത്രി എന്നുകൂടി അർത്ഥമുണ്ട്. ശിവം എന്നാൽ മംഗളം എന്നർത്ഥം. അതുകൊണ്ട് ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നർത്ഥം. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. അങ്ങനെ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, മംഗളം നൽകുക കൂടി ചെയ്തു പരമശിവൻ. അങ്ങനെ ശിവരാത്രി എന്ന വാക്കിന് മംഗളരാത്രി എന്ന അർത്ഥം പ്രസക്തമാകുന്നു. ശിവോഹം എന്നാണ് ശൈവ തത്വചിന്തയുടെ കാതൽ. ശിവനും ഞാനും ഒന്നുതന്നെ എന്ന അദ്വൈത ചിന്ത തന്നെയാണത്. അതുകൊണ്ട് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാകണമെന്ന സന്ദേശം കൂടി ശിവരാത്രി മുന്നോട്ട് വയ്ക്കുന്നു. മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത്. ശിവപുരാണം, ലിംഗപുരാണം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിൽ ശിവരാത്രി എന്ന ദിവസത്തിൻ്റെ ഐതിഹ്യങ്ങളും ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യവുമൊക്കെ വിശദമായി പറയുന്നു. പണ്ട് ദേവാസുരന്മാർ ചേർന്ന് അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന ലോകനാശകമായ കാളകൂടം എന്ന വിഷം ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങിയെന്നും അത് പാനം ചെയ്തപ്പോൾ പാർവതീദേവി ഭർത്താവിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ച് ആ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചു എന്നുമാണ് ഐതിഹ്യം. അങ്ങനെ പാർവതീദേവി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പരമേശ്വരനെ പ്രാർത്ഥിച്ച ദിവസമായതിനാൽ ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏതായാലും ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉറക്കമിളച്ച് ശിവഭജനം നടത്തുന്നതും ഏറെ പുണ്യദായകമാണ്. പ്രപഞ്ചനാഥനായ ശിവന്റെ അനുഗ്രഹം ഇതിലൂടെ ഉണ്ടാകുമെന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം പറയുന്നു. ശിവരാത്രി ദിവസം ശിവന് 4 പൂജകളാണ് ചെയ്യുന്നത്. ആദ്യം ബ്രഹ്മാവ് ശിവന് പൂജ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ആദ്യം പ്രസാദമായി നമ്മൾക്ക് വെൺപൊങ്കൽ തയ്യാറാക്കാം. ഇതിന് 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചെറുപയർ പരിപ്പുമാണ് വേണ്ടത്. ആദ്യം ചെറുപയർ പരിപ്പ് വറക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ 1/2 കപ്പ് ചെറുപയർ പരിപ്പിട്ട് സിമ്മിൽ വറക്കുക. ഒരുപാട് മൂത്ത് ബ്രൗണൊന്നും ആവേണ്ട, 1 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചരി കൂടിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി ഇവ രണ്ടും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 5 കപ്പോ 6 കപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ 6 കപ്പ് വെള്ളം ഒഴിക്കുക. അളവുകളെല്ലാം ഒരേ മെഷറിംഗ് കപ്പിൽ എടുക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് കുക്കറിൽ 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അരിയും പയറും വെന്ത് വരുന്ന സമയം നമ്മൾക്കൊരു മസാല തയ്യാറാക്കാം. ഇതിന് ഗ്യാസിൽ ഒരു ചെറിയ പാൻ വെച്ച് 1/2 സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ ജീരകവും ഇട്ട് സിമ്മിൽ വറുത്തെടുക്കുക. വറുത്ത കുരുമുളകും ജീരകവും ഇടികല്ലിൽ വെച്ചോ അമ്മിയിലോ പൊടിച്ചെടുക്കുക. ഫ്രഷായി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. 5 വിസിൽ വന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ 10 മിനിറ്റ് തണുക്കാൻ വെച്ചത് ഇനി തുറന്നു നോക്കാം. അരിയും പരിപ്പും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയും പരിപ്പും വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെന്ത ശേഷം ചേർത്താലും മതി. നമ്മൾ വെന്ത ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തവി കൊണ്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് ഗ്യാസിൽ ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഉരുകുമ്പോൾ 1/2 സ്പൂൺ മുഴു കുരുമുളക് ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടി ചേർക്കുക. അതിനുശേഷം 1 പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. കാഷ്യൂവിന് പകരം നിലക്കടല ചേർത്താലും മതി. അതെല്ലാം അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യുക. ഇനി കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് 2ആയി പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച കുരുമുളകും ജീരകവും ചേർത്ത് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നെയ്യോടുകൂടി ചൂടോടെ നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊങ്കൽ കുറച്ച് കുഴഞ്ഞാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റേജിൽ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി വാങ്ങി വയ്ക്കുക. നല്ല ടേസ്റ്റി പ്രസാദം വെൺപൊങ്കൽ റെഡി. നല്ല സ്വാദുള്ള ഈ റെസിപ്പി നിവേദ്യത്തിൻ്റെ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ശിവഭഗവാന് ഭക്തിയോടെ ഈ നിവേദ്യം സമർപ്പിക്കാം. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. രണ്ടാമത്തെ പൂജ മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും ചേർന്ന് ശിവന് പൂജ ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ പാലടങ്ങിയ പായസമാണ് നിവേദ്യമായി സമർപ്പിക്കുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് ചെറിയ കപ്പ് ചെറുപയർ പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. വറുത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് പച്ചരി കൂടി ചേർത്ത് നന്നായി കഴുകിയെടുക്കുക. പൊങ്കലിന് നമ്മൾ അരിയും പരിപ്പും 1:1/2 എന്ന റേഷ്യോയിലാണ് എടുത്തത്. അരിയുടെ പകുതി പരിപ്പാണ് എടുത്തത്. എന്നാൽ പായസത്തിൽ രണ്ടും സമാസമമാണ് എടുക്കുന്നത്. ഇനി കഴുകിയ പരിപ്പും അരിയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലും 1/4 ലിറ്റർ വെള്ളവും ഒഴിച്ച് അടച്ച് 3 വിസിൽ വരെ വേവിക്കുക. ലിക്വിഡിൻ്റെ അളവ് കൂടുതലായാൽ പതഞ്ഞ് പുറത്തു വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് പാല് ഇതിൽ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളൂ. 3 വിസിൽ വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം കുക്കർ തുറക്കുക. നമ്മുടെ അരിയിലും പരിപ്പിലും കൂടുതൽ വെള്ളമൊന്നുമില്ല. പാകത്തിന് പാലും വെള്ളവുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം 1/2 ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാൽ കാച്ചി ചൂടോടെ ഒഴിക്കുക. സിമ്മിൽ വെച്ച് തിളവരുമ്പോൾ കൽക്കണ്ടമാണ് മധുരത്തിന് നമ്മൾ ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് കൽക്കണ്ടാണ് നമ്മൾ ചേർക്കുന്നത്. കൂടുതൽ മധുരമില്ലാതെ എന്നാൽ ആവശ്യത്തിന് മധുരം ഈ 2 കപ്പ് കൽക്കണ്ടിൽ നിന്നും കിട്ടും. കൂടുതൽ മധുരം വേണ്ടവർക്ക് 1 കപ്പ് കൽക്കണ്ട് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് നട്ട്സ് നെയ്യിൽ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഉരുകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കുറച്ച് ബദാം നുറുക്കിയതും ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് സിമ്മിൽ വറുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കാം. 2 ഏലക്ക 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇത്. ഇനി ഇത് നെയ്യോടുകൂടി പായസത്തിലേക്ക് ചേർക്കുക. നല്ല ടേസ്റ്റി ക്രീമി കൽക്കണ്ടത്തിൻ്റെ മധുരത്തിൽ പായസം തയ്യാറായി. ഇനി ഇത് ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ പ്രസാദങ്ങളും. കുക്കറിലാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഓരോന്നും ഉണ്ടാക്കാൻ കഴിയും. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് 2 തരം നിവേദ്യങ്ങളാണ്. ഒന്ന് എള്ള് സാദവും അടുത്തത് തേങ്ങാ സാദവുമാണ്. മാനസിക ആരോഗ്യത്തിനാണ് തേങ്ങാ സാദം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുന്നത്. അതുപോലെ എള്ള് ശനീശ്വരന് പ്രധാന നിവേദ്യമാണ്. ശിവരാത്രി ദിവസം എള്ള് നിവേദ്യം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ആദ്യം നമ്മൾക്ക് എള്ള് സാദം ഉണ്ടാക്കാം. ഇതിന് ഒരു പൊടി തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ എള്ള് ചേർത്ത് വറുക്കുക. എള്ള് നല്ലപോലെ ചൂടാകുമ്പോൾ പൊട്ടി വരുന്നതായി കാണാം. നമ്മൾ വെളുത്ത എള്ളാണ് എടുത്തത്. ഇനി ഇതിനു പകരം നിങ്ങൾക്ക് കറുത്ത എള്ളും ഉപയോഗിക്കാം. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം വറുക്കാൻ. വറുത്ത എള്ള് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് വറുക്കുക. കൂടെ 3 വറ്റൽമുളകും ചേർക്കാം. ഉഴുന്ന് കളർ മാറി ചുവന്ന് വരുമ്പോൾ ഇത് കോരി എള്ള് വറുത്തതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം ചെറിയ മിക്സി ജാറിലിട്ട് പൊടിച്ചു വയ്ക്കുക. നമ്മൾ നേരത്തെ 1 ഗ്ലാസ് പച്ചരി വേവിച്ച് ഊറ്റി വെച്ചിരുന്നു. പച്ചരിക്ക് പകരം പൊന്നിയരിയിലും ഇതുണ്ടാക്കാം. നിവേദ്യമായതുകൊണ്ടാണ് പച്ചരിയിൽ ചെയ്യുന്നത്. ചോറ് നമ്മൾക്ക് നേരത്തെ വേവിച്ചു വയ്ക്കാം. ഇനി പെട്ടെന്ന് തന്നെ എള്ള് സാദം തയ്യാറാക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ള് സാദം നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചേർക്കുവാൻ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പും അണ്ടിപ്പരിപ്പും ചുവന്നു വന്നതും ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എള്ള്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് എന്നിവ വറുത്ത് പൊടിച്ചത് ചേർക്കുക. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിൽ ഇനി വീണ്ടും ഉപ്പ് ചേർക്കേണ്ടതില്ല. നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് ചോറ് വേവിച്ചത്.
നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ സ്വാദിഷ്ടമായ എള്ള് സാദം റെഡി. നിറഞ്ഞ മനസ്സോടെ ഭഗവാന് ഇത് സമർപ്പിക്കാം. ഈ റെസിപ്പി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും സമയമില്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ചിന് പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു വിഭവമാണിത്. 10 മിനിറ്റ് മതി ഇതുണ്ടാക്കുവാൻ. എള്ള് ചേർത്തതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ്. വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാ അളവുകളും അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. 2 ആൾക്കുള്ള അളവിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾക്ക് 4ാമതായി തേങ്ങാ സാദം ഉണ്ടാക്കാം. ചോറ് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു. ഇനി വളരെ ഈസിയായി തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിക്കുക. തേങ്ങാ സാദമായതുകൊണ്ട് മറ്റ് എണ്ണകളെക്കാളും നെയ്യിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ്. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് അതിനോട് യോജിച്ചു പോകുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുകും കൂടെ 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയാൽ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർക്കുക. ഇനി നന്നായി വഴറ്റുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചച്ചുവ മാറിയാൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് തേങ്ങയാണ് ഇതിന് നല്ലത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. തേങ്ങ വറുക്കുമ്പോൾ ഡ്രൈ ആകാതെ ഇരിക്കാനാണ് പഞ്ചസാര ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ച ചോറ് ചേർക്കുക. ഉപ്പ് ചോറിൽ ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കേണ്ട, അല്ലെങ്കിൽ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ 4ാമത്തെ വിഭവമായ തേങ്ങാ സാദവും റെഡിയായിട്ടുണ്ട്. മാനസിക ആരോഗ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്കിത് ശിവഭഗവാന് നിവേദിക്കാം. എല്ലാ ദേവകളും ചേർന്നാണ് 3ാമത്തെ പൂജ ചെയ്യുന്നതെന്നാണ് വിശ്വാസം. ഇനി 4ാമത്തെ പൂജ പാർവതീ ദേവി ശിവഭഗവാനെ പൂജിക്കുന്നു എന്നാണ് സങ്കല്പം. ഈ പൂജയ്ക്ക് നമ്മൾ നിവേദ്യമായി സമർപ്പിക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അലുവയാണ്. തികച്ചും പുതുമയാർന്ന ഒരു അലുവയാണിത്. നമ്മുടെ ചാനലിൽ തന്നെ പലതരം അലുവ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് എന്നെല്ലാം വിളിക്കുന്ന ഈ കിഴങ്ങ് വളരെ ചുരുങ്ങിയ വിലയിൽ ധാരാളം കിട്ടുന്ന ഒന്നാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആഹാരത്തിൽ തീർച്ചയായും ഇത് ഉൾപ്പെടുത്തും. മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മധുരക്കിഴങ്ങ് റൊട്ടി കൊണ്ടുള്ള വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അലുവ ഉണ്ടാക്കാൻ തുടങ്ങാം. മധുരക്കിഴങ്ങ് കഴുകി മുറിച്ച് കുക്കറിൽ വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കുക. 3 വിസിൽ വരെ വേവിച്ച് കുക്കർ തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് മധുരക്കിഴങ്ങെടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കുക. ഇനി ഇതിൻ്റെ തോൽ കളയുക. 3 കഷ്ണം കിഴങ്ങിലാണ് നമ്മൾ അലുവ തയ്യാറാക്കുന്നത്. തോൽ മാറ്റിയ മധുരക്കിഴങ്ങ് ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക. അടുത്തതായി ഗ്യാസിൽ ഒരു പാത്രം വെച്ച് 1 കപ്പ് ശർക്കരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര പാനി തയ്യാറാക്കുക. 1 കപ്പ് മധുരക്കിഴങ്ങ് അരച്ചതിന് 1 കപ്പ് ശർക്കര ചേർക്കുക. ശർക്കര പാനി തിളച്ച് ശർക്കര അലിഞ്ഞാൽ ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾക്ക് അലുവ തയ്യാറാക്കാൻ തുടങ്ങാം. ഗ്യാസിൽ ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കുറച്ച് ബദാം നുറുക്കിയതും ചേർത്ത് സിമ്മിൽ ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കുക. വറുത്ത കാഷ്യൂവും ബദാമും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. പാനിൽ ബാക്കിയുള്ള നെയ്യിൽ നമ്മൾ അരച്ചു വെച്ച മധുരക്കിഴങ്ങിട്ട് വഴറ്റുക. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരക്കിഴങ്ങ് നല്ലപോലെ വഴറ്റി ചുരുണ്ട് വരുമ്പോൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വയ്ക്കാൻ മറക്കരുത്. ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മധുരക്കിഴങ്ങ് മിശ്രിതം പാനിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നെയ്യ് ഒട്ടും ചേർക്കാതെയും ഇതുണ്ടാക്കാം. അലുവ നല്ലപോലെ കുറുകിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് നെയ്യ് പുരട്ടിയ പ്ലേറ്റിൽ ഒഴിച്ച് ആറിയ ശേഷം മുറിച്ച് അലുവയായും കഴിക്കാം. നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാതെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. 5ാമത്തെ വിഭവമായ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള അലുവയും ഭഗവാന് നിവേദ്യത്തിന് തയ്യാറായി. വളരെ ടേസ്റ്റി ഈ ഹൽവ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. നമ്മൾ ഇന്നുണ്ടാക്കിയ 5 വിഭവങ്ങളും ഭഗവാന് വിളക്ക് കൊളുത്തി ഭക്തിയോടെ അതിലേറെ സ്നേഹത്തോടെ ഭഗവാന് സമർപ്പിക്കാം. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ.
വളരെ ഈസിയായി ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഈ 5 വിഭവങ്ങളും. എല്ലാവരും ഇതുണ്ടാക്കി ഭഗവാന് പ്രസാദമായി ഇത് സമർപ്പിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.